സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 32ാമത്തെ പേജിലെ പ്രോബ്ലംസാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 20 liters ഓഫ് വാട്ടർ ഈസ് യൂസ്ഡ് ടു ഫിൽ 8 ഐഡൻറ്റിക്കൽ ബോട്ടിൽസ്. 20 ലിറ്റർ വെള്ളം ഒരുപോലെയുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഹൗ മച്ച് ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് ദർ ഇൻ ഈച്ച് ബോട്ടിൽ? ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ട്? ഇവിടെ 20 ലിറ്റർ വെള്ളമുണ്ട്, 8 കുപ്പിയുണ്ട്. അപ്പോൾ 8 കുപ്പികളിൽ നിറയ്ക്കാന്നുണ്ടെങ്കിൽ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാവുമെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ തന്നിട്ടുള്ളത് 20 ലിറ്റർ വെള്ളമാണ്, 8 കുപ്പികളിലായിട്ടാണ് നിറച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ കുപ്പിയിലെയും വെള്ളത്തിൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 20നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എഴുതാം 20/8. 20/8 എന്ന് പറയുമ്പോൾ 20 ആയാലും 8 ആയാലും ഈവൻ നമ്പറാണ് അല്ലേ, അതായത് ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 2ൻ്റെയും 4ൻ്റെയും ഒക്കെ ടേബിൾ എടുത്ത് ചെയ്യാം. അപ്പോൾ അവിടെ 4ൻ്റെ ടേബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 × 5 ആണ് 20 വരുന്നത്, 4 × 2 ആണ് 8 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 4ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 5/2 വരും. അതായത് 5നെ 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം, ഹരിക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യുമ്പോൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 2 ആണ് 4 വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? 1 വരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഈ 2നെ നമുക്ക് ഇവിടെ തന്നെ എടുത്ത് എഴുതാം. അതിനുശേഷം റിമൈൻഡർ ശിഷ്ടത്തിന് ഇതിൻ്റെ മുകളിലായിട്ട് എഴുതണം. അതിനുശേഷം ഈ ഹരണഫലം ഉണ്ടല്ലോ, കിട്ടുന്ന ആൻസർ അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 2 ലിറ്ററാണ്. അതായത് ഓരോ കുപ്പിയിലുമുള്ള വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 2.5 ലിറ്ററാണ്. ഇനി നമുക്ക് നേരെ മറിച്ച് ഇവിടെ ഞാൻ 4 എടുത്തത്, അതിന് പകരം നമുക്ക് വേണമെങ്കിൽ 2 എടുത്തും ചെയ്യാം. അതായത് 20/8 2 വെച്ചാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 × 10 ആണ് 20 വരുന്നത്, 2 × 4 ആണ് 8 വരുന്നത് അല്ലേ. ഈ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 10/4 വരും. ഈ 10/4 കൂടെ എടുത്ത് എഴുതി അതിനുശേഷം നമുക്ക് വീണ്ടും 2 വെച്ച് ചെയ്യാം അല്ലേ. അതായത് ഇത് ഈവൻ നമ്പറാണ്, 2 ഈവൻ നമ്പറാണ്, അതായത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് 2ൻ്റെ ടേബിൾ എടുക്കുമ്പോൾ 2 × 5 10 വരും, 2 × 2 ആണ് 4 വരുന്നത്. ഈ രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ 5/2 വരും. അപ്പോൾ നമുക്ക് 5/2നെ ഡിവൈഡ് ചെയ്യാം, അതായത് ഹരിക്കുമ്പോൾ നമുക്ക് 2.5 ലിറ്റർ കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് വേണമെങ്കിൽ നേരിട്ട് വേണമെങ്കിലും ചെയ്യാം. അതായത് 20നെ 8 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. 8 × 2 ആണ് 16 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 20ൽ നിന്നും 16 മൈനസ് ചെയ്യുമ്പോൾ 4 വരും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ നമുക്ക് താഴെ വന്നിരിക്കുന്നത് 8, അത് നേരെ അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. അതിനുശേഷം റിമൈൻഡർ 4 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ശിഷ്ടം 4 വന്നിട്ടുണ്ട്. ആ 4 നമുക്കിവിടെ മുകളിൽ എഴുതാം. കിട്ടുന്ന ആൻസർ, ആ ആൻസറിനെ ഇവിടെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 2 4/8 ആണ് വരുന്നത്. ഈ 4/8 നമുക്ക് വീണ്ടും ചെറിയ ഭിന്നസംഖ്യയാക്കി മാറ്റാൻ പറ്റും, ഫ്രാക്ഷനാക്കി മാറ്റാൻ പറ്റും അല്ലേ. അതായത് നമുക്ക് ഇവിടെ 1 × 4 4 എഴുതാം, 2 × 4 8 എഴുതാം. അപ്പോൾ ഇവിടെ ഈ 4ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ വരുന്നത് 1/2 ആണ് വരുന്നത് അല്ലേ. അതായത് ഈ ആൻസറിൽ 2 4/8 4/8ൻ്റെ സ്ഥാനം നമുക്ക് 1/2 കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരിക? 2 1/2 ലിറ്റർ. അപ്പോൾ നേരിട്ടായാലും നമുക്ക് ചെയ്യാം, നമുക്ക് ഇതേപോലെ ഘടകങ്ങളാക്കിയിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായി തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ റോപ്പ് ഓഫ് ലെങ്ത് 140 സെൻറ്റിമീറ്റേഴ്സ് ഈസ് കട്ട് ഇൻ ടു 16 ഈക്വൽ പീസസ്. 140 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളായി മുറിച്ചു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? ഇവിടെ കയറിൻ്റെ ആകെ നീളം തന്നിരിക്കുന്നത് 140 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അതിനെ 16 കഷ്ണങ്ങളാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര ആയിരിക്കുന്നതാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ 140/16 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 0ഉം 6ഉം വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറയാം ഇതൊരു ഈവൻ നമ്പറാണ്, അതായത് ഇരട്ട സംഖ്യയാണ്. അപ്പോൾ നമുക്ക് 2ൻ്റെയോ 4ൻ്റെയോ ടേബിൾ എടുത്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 4ൻ്റെ ടേബിൾ എടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കണം. അതായത് ഇവിടെ 16 കിട്ടണമെങ്കിൽ 4 × 4 16 കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ 140നെ 4 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം, ഹരിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് 140നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 × 3 12 വരും. അപ്പോൾ ഈ 14ൻ്റെ അടിയിൽ എഴുതി മൈനസ് ചെയ്യുമ്പോൾ 2 വന്നു, 0 ഇറക്കി എഴുതി. 4 × 5 ആണ് 20 വരുന്നത്, 20 എഴുതി മൈനസ് ചെയ്തപ്പോൾ 0 വന്നു. അപ്പോൾ 4 × 35 ആണ് 140 വരുന്നത്.
35/4 നമുക്ക് കിട്ടും അല്ലേ. ഇവിടെ വന്നിരിക്കുന്നത് ഒരെണ്ണം ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യയും ഒരെണ്ണം ഈവൻ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഘടകങ്ങളാക്കാൻ വേണ്ടി പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 35-നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, 8 × 4 32 വരുന്നത്. അതോടെ എടുത്ത് എഴുതി മൈനസ് ചെയ്തപ്പോൾ റിമൈൻഡർ 3 വന്നു. ഇനി നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഇതിനേക്കാളും ചെറിയ സംഖ്യ ആയതുകൊണ്ട് നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇവിടെ കിടക്കുന്ന ഛേദം അതായത് ഡിനോമിനേറ്ററിനെ അങ്ങനെ തന്നെ എടുത്തെഴുതി റിമൈൻഡർ ശിഷ്ടത്തിന് ഇതിൻ്റെ മുകളിൽ ശിഷ്ടത്തിന് നമ്മളിവിടെ അംശമായിട്ട് എഴുതി, അതായത് ന്യൂമറേറ്ററായിട്ട് എഴുതി. എന്നിട്ട് കിട്ടിയ ഹരണഫലത്തിന് ഇവിടെ എഴുതി, ആൻസർ ഇവിടെ എഴുതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഓരോ കഷ്ണത്തിൻ്റെയും നീളം എന്ന് പറഞ്ഞ് കിട്ടുന്നത് 8 3/4 ആണ്. ഓക്കെ ആണല്ലോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് 215 kilograms of rice is divided equally among 15 people, how much kilogram of rice would each get? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 215 കിലോഗ്രാം അരി 15 പേർക്ക് തുല്യമായിട്ട് വീതിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടുമെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ 215-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 215-നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നോക്കാം, റൈറ്റ് സൈഡിലൂടെ 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5 വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് നമ്പറിനെയും ഡിവൈഡ് ചെയ്യാം. അതായത് 215-നെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5 × 4 20 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 1 ഇവിടെ വന്നു, 5-നെ താഴേക്ക് ഇറക്കി എഴുതി. 5 × 3 15 വരും, ഇവിടെ എഴുതി. മൈനസ് ചെയ്യുമ്പോൾ 0 വന്നു. അപ്പോൾ 5 × 43 ആണ് 215. 5 × 3 ആണ് 15 വരുന്നത്. അപ്പോൾ ഈ 5-ഉം ഈ 5-ഉം ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 43/3 ആണ് നമുക്ക് വരുന്നത് അല്ലേ. ഇവിടെ 43/3 വരും. അപ്പോൾ നമുക്കിതിനെ ചെറുതാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതായത് 43-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 43-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 × 1 3 വന്നു. ഇവിടെ എടുത്ത് എഴുതിയപ്പോൾ മൈനസ് ചെയ്തിട്ട് 1 വന്നു, 3 ഇറക്കി എഴുതി. 3 × 4 12 ഇവിടെ എഴുതി, മൈനസ് ചെയ്തപ്പോൾ 1 വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഛേദത്തിനെ അതായത് ഡിനോമിനേറ്ററിനെ അങ്ങനെ തന്നെ എടുത്ത് എഴുതി. റിമൈൻഡർ ശിഷ്ടം 1 വന്നിട്ടുണ്ട്, അതിവിടെ എഴുതി, അംശമായിട്ട് എഴുതി, ന്യൂമറേറ്ററായിട്ട് എഴുതി. നമുക്ക് കിട്ടിയ ഹരണഫലം അതായത് ഇവിടെ നമ്മുടെ ആൻസറായിട്ട് കിട്ടിയ 14 ഇവിടെ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 14 1/3 കിലോഗ്രാം ആണ്. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.